വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 29ാമത്തെ ക്വസ്റ്റ്യൻ വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ആ സെക്ഷൻ എ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് സെക്ഷൻ ബി ആണ് തുടങ്ങാൻ പോകുന്നത്. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അതിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 മാർക്ക്, 4 മാർക്ക്, അതുപോലെ തന്നെ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് സെക്ഷൻ ബി തുടങ്ങുന്നത്. ഓക്കെ, 30 to 45 വരെ. അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യനിൽ ഓർ പാർട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് സിമ്പിളായിട്ടുള്ളത് ഏതാണോ അത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള വിത്ത് വേർട്ടിസസ് അറ്റ് 0, ±6 ആൻഡ് ഇ ഈസ് ഈക്വൽ ടു, ഇ എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റി, ഇസ് ഈക്വൽ ടു 5/3. ഓർ find the equation of the ellipse with the focus is -1, 1, directrix is x minus 5 plus 3 equal to 0 and e is equal to 1/2. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള കാണാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് എലിപ്സ് കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഇക്വേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യം ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ കാണാം അല്ലേ? ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? വേർട്ടിസസ് തന്നിട്ടുണ്ട്, എസെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? വേർട്ടിസസ് എടുത്ത് എഴുതാം. വേർട്ടിസസ് എടുത്ത് എഴുതുമ്പോൾ 0, ±6 എന്നാണല്ലേ നമ്മൾ വേർട്ടിസസ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് ഹൈപ്പർബോള ഉണ്ട്. അതായത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസിൽ ലൈ ചെയ്തതും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വൈ ആക്സിസിൽ ലൈ ചെയ്തതുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ വേർട്ടിസസ് എന്തായിരിക്കും? ±a, 0. ഇതിൻ്റെ വേർട്ടിസസ് 0, ±b ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് വേർട്ടിസസ് 0, ±6 ആണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിലല്ലേ കിടക്കുന്നത്? 0, ±b എന്നുള്ള ഫോമിലല്ലേ അത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം അത് ടൈപ്പ് 2 ഹൈപ്പർബോളയാണെന്ന് പറയാം. അപ്പോൾ ടൈപ്പ് 2 ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണ്? y² / b² - x² / a² is equal to 1 ആണ് എന്ത് നമ്മൾ ടൈപ്പ് 2 ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിന് എന്ത് കിട്ടി? വേർട്ടിസസ് എന്ന് 0, ±6 എന്ന് പറയുമ്പോൾ എന്താണ്? 0, ±b ആണ്. അപ്പോൾ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടി. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ b² വാല്യൂ ആവശ്യമാണ്, a² വാല്യൂ ആവശ്യമാണ്. അപ്പോൾ b² നമുക്ക് എവിടെ നിന്ന് കിട്ടി? ബീൻ്റെ വാല്യൂ നമുക്ക് വേർട്ടിസസ് എന്ന് കിട്ടി. സോ b² വാല്യൂ എന്തായിരിക്കും? 36. അതെ, 6² എന്ത് വരും? 36 വരും. അപ്പോൾ നമുക്ക് b² വാല്യൂ കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് a² വാല്യൂ ആണ്. a² വാല്യൂ കിട്ടാൻ നമ്മൾ എസെൻട്രിസിറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണത്. നമുക്കറിയാം ടൈപ്പ് 2 ഹൈപ്പർബോള ആണെങ്കിൽ അതിൻ്റെ എസെൻട്രിസിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? √b² + a² / b² ആയിരിക്കും. എസെൻട്രിസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √b² + a² / b² = 5/3 എന്ന് കിട്ടി. ദെൻ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? e² = b² + a² / b² എന്ന് എഴുതാം അല്ലേ? അപ്പോൾ e² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/3 ഹോൾ സ്ക്വയർ വരും. അതായത് ഈ സ്ക്വയർ റൂട്ടിനെ, ഈ സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 5/3 ഹോൾ സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെ b² വാല്യൂ എന്താ കിട്ടുക? 36. 36ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ 36 + a² / b² വീണ്ടും 36 = 5/3 ഹോൾ സ്ക്വയർ. 5/3 ഹോൾ സ്ക്വയർ എന്ത് വരും? 5² 25 ആൻഡ് 3² 9 എന്ന് കിട്ടും. ദെൻ ഈ 36 ഉണ്ടല്ലോ ഇവിടെ ഉള്ള, ഈ 36നെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എഴുതാം. അതായത് ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 36 + a² / 36 = 25/9 എന്ന് കിട്ടും. അപ്പോൾ ഈ 36നെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതിയാൽ എന്ത് കിട്ടും? 36 + a² = 25/9 × 36 എന്ന് കിട്ടും. 25/9 × 36, 25 × 36 എത്രയാണ്? 900 ആണ്. 900/9 = എത്രയായിരിക്കും? 9 ക്യാൻസൽ ആകുമ്പോൾ 900/9 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ആണ് കിട്ടുക. അപ്പോൾ 36 + a² = 100 എന്ന് കിട്ടി. 36 + a² = 100. ദെൻ a² കാണണം. നമുക്ക് a² വാല്യൂ അല്ലേ കിട്ടണ്ടേ? സോ a² = 100 - 36ന് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 100 -
36 എന്ന് വരും. 100 മൈനസ് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മൈനസ് 36 64 അല്ലേ? 64 ആണ്. 100 മൈനസ് 36 64. സോ എ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് 8 കിട്ടും. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 കിട്ടി. ദർഫോർ എ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 64. സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 8 കിട്ടും. അപ്പം നമുക്ക് എയുടെ വാല്യൂ കിട്ടി എത്രയാണ്? 8 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 6 എന്ന് കിട്ടി. അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതിക്കൂടെ? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണ്? y സ്ക്വയർ ബൈ 36 മൈനസ് എക്സ് സ്ക്വയർ ബൈ 64 ഇസ് ഈക്വൽ ടു 1. ഇതാണ് എന്ത്? നമ്മളെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതിൽ ഇനി ഓർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എലിപ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഓഫ് എലിപ്സ് കാണാൻ വേണ്ടിയിട്ട് എന്താ തന്നിട്ടുള്ളത്? ഫോക്കസ് -1 തന്നിട്ടുണ്ട്. ഡയറക്ട്രിക്സ് x-5 + 3 = 0 തന്നിട്ടുണ്ട്. ആൻഡ് E is equal to 1/2. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? F is equal to -1, D. Directrix equal to x-y + 3 = 0 and eccentricity is equal to 1/2. അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കണം. എലിപ്സിൽ എവിടെയെങ്കിലും ലൈ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന എലിപ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ലൈ ചെയ്യുന്ന ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞാൽ എടുക്കാം. ലെറ്റ് പിന്റെ കോർഡിനേറ്റ്സ് ആണ് HK. ഓക്കെ, HK കോർഡിനേറ്റ്സ് ആയിട്ടുള്ള പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എലിപ്സിൽ കിടക്കുന്ന, എലിപ്സ് വരുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കിടക്കുന്ന ഒരു പോയിന്റ്, ഇവിടെ കിടക്കുന്ന പോയിന്റ് എടുക്കാം. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കാം. അതിൻ്റെ വേർട്ടീസസ് ആണ് HK. ദെൻ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? SP² is equal to E² into PM² നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട്. SP എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം P ടു ഫോക്കസ്. ഈ ഫോക്കസിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം P ടു ഫോക്കസ്. പിയിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. പി എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? എലിപ്സിലുള്ള ഒരു പോയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. എലിപ്സിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് പി. അതിൻ്റെ വേർട്ടീസസ് കോർഡിനേറ്റ്സ് HK. അപ്പോൾ ആ പോയിന്റ് പിയിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? SP എന്ന് പറയുന്നത്. ഓക്കെ, SP² is equal to E² means eccentricity square and PM² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം P ടു ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിൽ നിന്ന് പിയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? PM² എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം P ടു ഫോക്കസ് കാണാൻ എന്താ ചെയ്യുന്നത്? P എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്, ഫോക്കസിൻ്റെ ഒരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ അല്ലേ? ഇതാണ് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ SP² എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് അല്ലേ? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് P ആൻഡ് ഫോക്കസും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഇവിടെ SP² എന്ന് പറഞ്ഞിട്ടുള്ളത്, SP എന്ന് പറയുന്നത്. അപ്പോൾ SP² എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ H-ഉം K-യും ഉണ്ട്. അപ്പോൾ ഇത് H-ഉം K-യും x2 y2 ആൻഡ് ഫോക്കസിൻ്റെതാണ് നമ്മൾ എന്ത്? -1 ആണ് x1 y1 ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ x2 y2 എന്ന് പറയുന്നത് H-ഉം K-യും, x1 y1 എന്ന് പറയുന്നത് ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കാണാണ്. ഡിസ്റ്റൻസ് സ്ക്വയർ റൂട്ട് ഓഫ് H മൈനസ് x2 മൈനസ് x1 ആണ്. അപ്പോൾ H മൈനസ് -1 ഹോൾ സ്ക്വയർ. ഞാനവിടെ അതിനെ ഈ മൈനസും പ്ലസ് ആക്കിയിട്ട് ഒരുമിച്ച് ഇവിടെ പ്ലസ് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ പ്ലസ് H മൈനസ് -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് H + 1 ഹോൾ സ്ക്വയർ അല്ലേ? H -1 ഹോൾ സ്ക്വയറിന് ഈ മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. സോ എന്ത് വരും? H + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ H + 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ H + 1 ഹോൾ സ്ക്വയർ പ്ലസ് K - 1 ഹോൾ സ്ക്വയർ. ദെൻ ഇതാണ്, ഇത്രയും ഭാഗമാണ് എന്ത്? നമ്മളെ SP എന്ന് പറയുന്നത്. ദെൻ SP² എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഇതിനെ ഹോൾ സ്ക്വയർ ചെയ്യാം.
ഇത്രയും ഭാഗം എസ് പി ആണ്. ഡിസ്റ്റൻസ് ഫ്രം പി ടു ഫോക്കസ് ആണ്. ദെൻ അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ റേസ് ടു 2 എന്ന് കൊടുക്കാം. ദെൻ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ഹോൾ എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 1/2, അതിൻ്റെ സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പി എം ആണ്. പി എം സ്ക്വയർ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് പി ടു ഡയറക്ട്രിക്സ് വരെ. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിനും പി എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു പ്ലെയിൻ. പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെന്തായിരുന്നു ഇക്വേഷൻ? എ മോഡ് ഓഫ് എ എക്സ് നോട്ട് അല്ലെങ്കിൽ എ എക്സ് വൺ പ്ലസ്, ഇവിടെ നമുക്ക് എ എക്സ് നോട്ട് എടുക്കാം. എക്സ് വൺ നമ്മൾ ഫോക്കസിൻ്റെ കയ്യിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ax plus by plus c divided by square root of a square plus b square. ഇതാണ് എന്ത്? ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഇതിലുള്ള ഇതാണ് എയും ഇത് എയും ഇത് ബിയും ഇത് സിയും. ദെൻ നമ്മുടെ എക്സും വൈ എന്ന് പറയുന്നത് എച്ചും കെയും ആണ് നമ്മൾ എക്സും വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്മൾ പോയിന്റ് പിന്റെ കോർഡിനേറ്റ്സ് അല്ലേ എച്ചും കെയും. ഡയറക്ട്രിക്സിൻ്റെയാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ എ ഇൻറ്റു എയും ബിയും ഒക്കെ എന്താണ്? എ 1 ആണ്, ബി -1 ആണ് അല്ലേ? അപ്പോൾ എ ഇൻറ്റു 1 ഇൻറ്റു എച്ച് പ്ലസ് ഇവിടെ ബി എന്താണ്? ബി -1 ആണ് അല്ലേ? ഡയറക്ട്രിക്സ് നോക്കി അറിയാം എക്സ് -y ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് -1 ആണ്. -1 ഇൻറ്റു കെ മൈനസ് കെ പ്ലസ് സി എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. 1 -1 ഹോൾ സ്ക്വയർ ആണ്. 1 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ, അതായത് എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് -1. സോ 1 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? 1 + 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 + 1 എന്താണ്? √2. സ്ക്വയർ റൂട്ട് ഓഫ് 1 + 1 സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 1/2 ഹോൾ സ്ക്വയർ 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ അല്ലേ? 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ കിട്ടും. 1 സ്ക്വയർ 1 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. ദെൻ ഇവിടെ h - k + 3 മോഡിനകത്ത് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 + 1 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ √2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഈക്വലിൻ്റെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ക്വയറും ഈ സ്ക്വയർ റൂട്ടും അതുകൊണ്ട് രണ്ടും എന്താവും? ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. എസ് ടി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? h + 1 ഹോൾ സ്ക്വയർ പ്ലസ് k - 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 h - k + 3 ഡിവൈഡ് ബൈ √2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയർ ഇതിനും കൊടുക്കുക ഇതിനും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് വരും? ഓക്കെ, നമ്മൾ മറ്റേതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കേട്ടോ. ഓക്കെ, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? h + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h² പ്ലസ് 2h + 1 പ്ലസ് k - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k² - 2k + 1 is equal to 1/4 into h - k + 3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √2 ഹോൾ സ്ക്വയർ എന്ന് വരും. √2 ഹോൾ സ്ക്വയർ വന്ന എന്താ പ്രത്യേകത?
അതായത് √2 ഹോൾ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും വരുമ്പോൾ ക്യാൻസൽ ആയിട്ട് 2 എന്ന് നമ്മൾ ആൻസർ കിട്ടും. അതായത് √2 × സ്ക്വയർ √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 × √2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും അല്ലേ, 1 കിട്ടും. അതായത് √2 × √2 എത്രയാണ് 2. √2 × √2 2. അപ്പോൾ √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, 2 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി h+1 ഹോൾ സ്ക്വയർ പ്ലസ് k-1 ഹോൾ സ്ക്വയറിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടി 1/4. അതേപോലെ തന്നെ ഇതിന് സ്ക്വയറിന് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ h-k+1 ഹോൾ സ്ക്വയർ കിട്ടി, √2 ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ √2 ഹോൾ സ്ക്വയർ കിട്ടി. അപ്പോൾ അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, ഇത് നമ്മൾ സെയിം എഴുതിയ പോലെ തന്നെ then is equal to 1/4 into h-k+3 ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. √2 ഹോൾ സ്ക്വയറിനെ 2 ആക്കിയിട്ട് എഴുതി. ദെൻ ഇതിൽ 1/4 into 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/8 കിട്ടും അല്ലേ. 1/4 into 1/2 8 കിട്ടും. ബാക്കി എന്തുണ്ടാവും, h-k+3 ഹോൾ സ്ക്വയറിനുണ്ടാവും. അപ്പോൾ ഈ 8ന് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ആ 4 into 2 ചെയ്ത് കിട്ടിയ 8നെ നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ഒരു 8 ഉണ്ടാവും. ഈ 8നെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 8 into h² + 2h + 1 + k² - 2k + 1 is equal to h-k+3 ഹോൾ സ്ക്വയർ. ദെൻ ഇനി ഈ 8നെ നമ്മൾ എല്ലാം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 8 into h², 8 into 1, ഇങ്ങനെ എല്ലാവരുടെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 8 into h², 8h², 8 into 2h 16h, 8 into 1 8, 8 into k², 8k², 8 into -2k -16k, 8 into 1 8. ഇതിനെ അതേപോലെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് a - b + c എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. a - b + c ഹോൾ സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക, a² + b² + c², അതായത് h² h + k + 3 ഹോൾ സ്ക്വയർ. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ h² + k² + 9 മൈനസ് ഫസ്റ്റത്തെ 3 ടേംസ് എന്താണ്, പ്ലസ് ആയിരിക്കും. അതായത് h² ചെയ്യുക, k² ചെയ്യുക, 3² 9 കിട്ടി. ദെൻ അടുത്തത് എന്ത് ചെയ്യുക, 2 into ഫസ്റ്റ് 2 ടേം 2 into ab, 2 into ac, 2 into bc. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 2 into hk, എയും ബിയും എടുക്കാം. അപ്പോൾ ഈ കെക്ക് മൈനസ് ഉള്ളതുകൊണ്ട് എന്ത് വരും, ഇവിടെ ഒരു മൈനസ് വരും. k മൈനസ് ഉള്ളതുകൊണ്ട് 2 into h into -k എന്നാണ് വരിക. അപ്പോൾ എന്ത് കിട്ടും, -2hk എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് -2hk. ദെൻ അടുത്തത് എന്താ വരിക, 6 into h into 3 ചെയ്യാം. 2 into h into 3, 2 into h into 3 എന്ത് കിട്ടും, 2 into 3 6, 6 into h 6h, സോ 6h എന്ന് കിട്ടും. ദെൻ അടുത്തത് -k into 3 into 2, -k into 3 into 2 എന്താ കിട്ടുക, -6k. അതായത് a - b + c ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്, a - b + c ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണുള്ളത്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, a² + b² + c². ദെൻ 2 into ആദ്യം a b ഇൻറ്റു ചെയ്യാം, a into b into 2. അപ്പോൾ ബിക്ക് മൈനസ് ഉള്ളതുകൊണ്ട് എന്ത് വരും, ഇവിടെ ഒരു മൈനസ് വരും. പ്ലസ് a into c 2ac മൈനസ് ബി, ഇവിടെ മൈനസ് അല്ലേ. ദെൻ അടുത്തത് നമ്മൾ b into c ചെയ്യണം. അപ്പോൾ 2 into bc. ഇങ്ങനെയാണ് എന്ത് കിട്ടുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക a - b + c ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. ദെൻ ഇനി എന്ത് ചെയ്യാം, രണ്ടിനെയും ഒരു ഈക്വലിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അതായത് ഇതിനെ ഫുള്ള് ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും, 8 - h. ഇവിടെ സെയിം ലൈക്ക് ടേംസിനെ അടുപ്പിച്ച് എഴുതാൻ നോക്കാം കേട്ടോ. അപ്പോൾ 8h², ഇവിടെ h² ഉണ്ട്. അപ്പോൾ +h² ഇവിടെ വരുമ്പോൾ എന്ത് വരും, -h² വരും. അപ്പോൾ 8h² -h² പ്ലസ് അടുത്തത് ഇവിടെ എന്താണ്, 8k² ഉണ്ട്. 8k² -k², ഇവിടെ +k² ഇവിടെ വരുമ്പോൾ -k² ആവും. ദെൻ അടുത്തത് +16h, ഇവിടെ എന്തുണ്ട്, 16h ഉണ്ട്. ഇവിടെ 6h ആണുള്ളത്. അപ്പോൾ -6h വരും. ദെൻ അടുത്തത് ഇവിടെ -16k ഉണ്ട്. ഇവിടെ അത് എഴുതി
16k, അവിടെ ഉള്ളത് -6k ആണ്. അപ്പോൾ ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ +6k ആവും. ദെൻ അടുത്തത് ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 16h എഴുതി, 16k എഴുതി, ബാക്കി ഇവിടെ എന്ത് വരും? കോൺസ്റ്റന്റ് ടേംസ് എന്താണ്? 8ഉം 8ഉം. ഇവിടെ ഉള്ള 8ഉം ഈ 8ഉം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8 + 8 16. 16 മൈനസ് ഇവിടെ +9 ആണുള്ളത്. +9 ഈക്വലിന് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -9 എന്ന് വരും. -9 എന്ന് കിട്ടി. ദെൻ ബാക്കി ഇവിടെ ഉള്ള ഒറ്റ ടേമേ ഉള്ളൂ. ബാക്കി എന്താണ്? -2hk. അതിനെ ഈക്വലിന് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? +2hk = 0 എന്നാക്കിയിട്ട് എഴുതാം. ഓക്കെ. ദെൻ ഇനി അടുത്തത് എന്താ ചെയ്യാം? ഇതിൽ കട്ട് ചെയ്തൂടെ? 8h² - h² എന്ത് കിട്ടും? 7h² കിട്ടും. പ്ലസ് 8k² - k² എന്ത് കിട്ടും? 7k². പ്ലസ് 16h - 6h എന്ത് കിട്ടും? 10h മൈനസ് ഓക്കെ 6. ഇവിടെ അടുത്ത ടേം -16k + 6k. -16 + 6 ആണ്. -16 + 6 എന്ത് വരും? -10k എന്ന് വരും. -10k + 2hk. കോൺസ്റ്റന്റ് നമ്മൾ ലാസ്റ്റ് ആക്കിയിട്ടാണ് എഴുതുന്നത്. പ്ലസ് 16 - 9 എന്ത് കിട്ടും? 16 - 9 = 0. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ പി എന്നുള്ള പോയിന്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അതിന് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ലോക്കസ് ഓഫ് പി ഈസ് 7x² + 7y² + 2xy + 10x - 10y + 7 = 0. ഇതാണ് എന്ത്? നമ്മളെ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്? 7x² + 7y² + 2xy + 10x - 10y + 7 = 0. ഇതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? 30ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും ഓർ ക്വസ്റ്റ്യൻ ആണ്. എയും പറഞ്ഞു ബിയും പറഞ്ഞു. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതേപോലത്തെ ഇതിൻ്റെ വാല്യൂസ് മാറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഫോക്കസിൻ്റെ വാല്യൂ 1ഉം -1ഉം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സെയിം ചെറിയ വാല്യൂസ് വ്യത്യാസമുള്ളൂ, സ്റ്റെപ്പൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അത് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.